ഇപ്പോഴും നമ്മൾ ദൈവത്തെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നീയും നിൻ്റെ ദൈവവും മാത്രമാകുന്ന ഒരു ഹവറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ടി വരും. ഞാനീ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയായിരുന്നു. രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി. പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, രോഗിയായി കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ വരും, ഉറ്റവരൊക്കെ വരും. മരിച്ചു കഴിയുമ്പോൾ അടക്കത്തിന് ഒരു സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ? എല്ലാവരും വരും. കുഴിയാഴ്ചക്ക് പള്ളി വരുമ്പോൾ ഈ മരിച്ചത്ര ആൾക്കാർ കുഴിയാഴ്ചക്ക് ഉണ്ടാകത്തില്ല, അല്ലേ? കുറച്ച് ആൾക്കാർക്ക്, നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ 41 പറയുമ്പോൾ വലിയ അടിയന്തരമാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിപ്പ് വീട്ടിലോട്ട് 1-2 പേരായിട്ട് ഒറ്റയും പെട്ടയുമായിട്ട് ബന്ധുക്കളും ഏറ്റവും അടുത്തവരൊക്കെ വന്നു പോകും. അവസാനത്തൊരു സീനുണ്ട്, ഈ ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവസാനത്തൊരു സീനുണ്ട്. എല്ലാവരും വന്നും പോയും കണ്ടും കെട്ടും പോയിട്ട് പിന്നെ ശാന്തമായിട്ട് മക്കൾ മാത്രമാകും, അവരുടെ പെൺമക്കൾ ആൺമക്കളെ മാത്രമാകും. എന്നിട്ട് അവസാനം ഈ മക്കളും ബാഗ് എടുത്തുകൊണ്ട് അവരുടെ ലീവും കഴിഞ്ഞ് മരണവും കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഠിക്കവരെ നമ്മൾ പോകും, പിന്നെ നമ്മൾ മാത്രമാകും. ഈ ഒരു സീൻ ഇതാണ് നമ്മുടെ ഒരു കാലത്തെ. ഇവിടെ നിൻ്റെ ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മളെ തന്നെ. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അഭിമുഖീകരിക്കേണ്ട ഒരു ടൈമാണ്. നീയും നിൻ്റെ ദൈവവും മാത്രം. ഈ കാലത്ത് ദൈവത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം, എന്നാൽ നീ രക്ഷപ്പെട്ടു. എന്നാൽ സ്വർഗത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാലത്ത് ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ്? അവളുടെ എല്ലാവരും പിരിഞ്ഞു പോയി, ജോലിയുമില്ല, അവൾ 0 ആയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയണത്? ചിലർക്ക് സംബന്ധിച്ചിടത്തോളം ആ സമയം ആമോസിൻ്റെ 8:12 സമയമാണ്. എന്താണ്? കടൽ മുതൽ കടൽ വരെ, കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കടൽ മുതൽ കടൽ വരെയും, കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും, വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. ഇപ്പോൾ വടക്ക് മുതൽ കിഴക്ക് വരെ എന്ന് പറഞ്ഞത് ഇസ്രയേലിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ അവർക്ക് പടിഞ്ഞാറ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആൾപ്പാർപ്പുമില്ല. അതൊക്കെ കിഴക്കുണ്ട്, വടക്കും ആൾക്കാരുണ്ട്, കിഴക്കും ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കുന്ന ഒരു കാലം ഉണ്ടാവും. ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കും. ഒരാൾക്കാരും പക്ഷേ ഇവിടെ ഉണ്ടാകത്തില്ല. അതാണ് പറഞ്ഞത്, ആരുമില്ല. ജനക്കൂട്ടത്തിലൊക്കെ എൻ്റെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരുടെയൊക്കെ സഹായത്തിലൊക്കെ ഞാൻ അലഞ്ഞു നടന്നു, പക്ഷേ എനിക്കാരുമില്ല. എന്ത് സംഭവിച്ചിരിക്കണത്? കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും നീ ഉഴലും, എങ്കിലും കണ്ടെത്തുകയില്ല. അപ്പം ഒന്നും കാണാൻ ഇവിടെയാണ്. ഇതാണ് ഒരു സ്പിരിച്വൽ ട്രാജഡി എന്ന് പറഞ്ഞ കാര്യം. ഈ ഒരു വിഷയത്തിൽ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു മസിൽ പവർ കൊണ്ടോ ഒരു ബുദ്ധി കൊണ്ടോ ഒരു ബന്ധം കൊണ്ടോ കണ്ടെത്താവുന്നൊരു മേഖല അല്ല ഇത്. അതുകൊണ്ടാണ് ജെറമിയ പറയണത്, ദൈവം തന്നെ ഈ സമയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? വെന്റിലേറ്റർ വെക്കും, അല്ലേ? നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ വെന്റിലേറ്റർ വെച്ച് കൊടുക്കും ശ്വസിക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഓൺലൈനിൽ ആ ഗ്രീൻ ചാനലിലുള്ള ആളാണ്, നേരത്തെ ആസ്തിയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും? ജെറമിയ 29:14 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പൊ ഇങ്ങനെയുള്ള 0 അവറിൽ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും. അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കാലത്ത് ദൈവത്തെ മറക്കാതെ ജീവിക്കണം. പിടിയിട്ടില്ലേ? മെസ്സേജ് ഇസ് ക്ലിയർ. നല്ല കാലത്ത്, ഒരുമാരപ്പെട്ട് വലിയ കുഴപ്പമില്ലാത്ത കാലത്ത് നിങ്ങൾ ഉഴപ്പ് കാണിക്കാതെ നടത്താം. മനസ്സിലായില്ലേ? കുഴപ്പമില്ലാത്ത കാലത്ത് കുടുംബപ്രാർത്ഥന ഇല്ലാതെ തിയേറ്ററിൽ സിനിമയിലൊക്കെ ഇപ്പോൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴുമെന്ന കാര്യം ഒരു ഉറപ്പാണ്. എന്താ? നിങ്ങൾ പോക്കൃത്തരം കാണിച്ചില്ല. നിങ്ങൾക്ക് നല്ല കാലത്ത് നിങ്ങൾ കുടുംബപ്രാർത്ഥന ഇല്ല, ഓരോരോ കാര്യം പറഞ്ഞ് അവർ വന്ന് ബന്ധുക്കൾ, ഇവർ വന്ന് ബന്ധുക്കൾ വന്ന്
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളപ്പം തന്നെ ടാർഗറ്റായി, ബ്രാൻഡഡായി. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അനുദപിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല നട്ടെല്ലുണ്ടാകണം. എന്താ കാര്യം? എന്തെല്ലാം പ്രശ്നമുണ്ടാകും, ഏതെല്ലാം എംബ്രാം വന്നാലും ശരി, കർത്താവിൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. അവിടെ കോംപ്രമൈസ്, ഒത്തുതീർപ്പ് ചെയ്യത്തില്ല. പ്രാർത്ഥിച്ച്, കർത്താവേ എന്റെ ജീവിതത്തിലെ എന്ത് തിരക്ക് വന്നാലും എത്ര വലിയ ആൾക്കാരുമായി കണ്ടുമുട്ടേണ്ടി വന്നാലും എന്റെ പ്രാർത്ഥനാ സമയം ഡാമേജ് ആകാതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളുടെ ഒരു ടൈമിൽ ഈ പറഞ്ഞ ക്ലേശകാലത്ത് നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതിന് പരിമിതികളുണ്ട്. കാര്യം എന്താ? നമുക്ക് കുഞ്ഞിന് ആശുപത്രിയിലാണ്, കുഞ്ഞിന് രോഗമാണ്, അത് വെന്റിലേറ്ററിലാണ്, ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതിന് ഡോക്ടർ ആശുപത്രിക്കാർ പറഞ്ഞ പൈസ കൊടുക്കാതെ നമുക്ക് പൈസയില്ല, പൈസയ്ക്ക് വേണ്ടി നമ്മൾ തിണ്ടി നടക്കുന്നു, കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ മുട്ടുകയും വിളിക്കുകയും തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോ 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 എന്ന് പറഞ്ഞ് വാതിൽ നമ്മുടെ മുഖത്തിന് നേരെ കൊട്ടി അടക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊരു ഹവർ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ആ സമയത്ത് നമ്മൾ ദൈവത്തെ തിരക്കി നടക്കാൻ പറ്റാത്തൊരു സമയമാണത്. ആ സമയത്തുള്ള പ്രൊവിഷൻ എന്താണ്? ദൈവം നമ്മളെ തിരക്കി വരണം. മനസ്സിലായില്ലേ? ദൈവം നമ്മളെ തിരക്കി വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നീ പ്രിയപ്പെട്ട വ്യക്തിയാകണം. അല്ലെ ദൈവത്തിന് എന്ത് കാര്യം ഈ മരപ്പെട്ട നടക്കാൻ? പല കാര്യമുണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ദൈവത്തെ തിരക്കി പോകാൻ പറ്റാത്ത, ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരണ സമയത്ത് പിന്നെ ഒരു ഓപ്ഷൻ സാധ്യതയുള്ള എന്താണ്? ദൈവം നമ്മളെ കണ്ടുപിടിക്കണം. ദൈവം നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ജെറമ്യ 29:14 പറയണത്. എന്താ പറയണത്? നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ദൈവം തന്നെ ഇടയാക്കിയാലേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതാണ് ഒരു സിറ്റുവേഷൻസ്. പക്ഷേ ദൈവം നിങ്ങളെ കണ്ടെത്താൻ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം? നിങ്ങളെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത വ്യക്തിയായി മാറണം. പ്രഷ്യസ് ആയിരിക്കണം. നിങ്ങൾ പ്രഷ്യസ് ആയിട്ടുള്ള നിങ്ങളെ പട്ടിക്കാട്ടത്തിൻ്റെ വില നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തിനാണ് ഈ പട്ടിക്കാട്ടത്തിന് പുറകെ നടക്കാൻ പല കാര്യമുണ്ട്. അത് വളരെ സീരിയസ് ആണ്. നിങ്ങളൊരു തങ്കക്കട്ടയായി മാറണം, അല്ല പട്ടിക്കാട്ടമായിട്ടൊരു കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ തിരക്കി നടക്കേണ്ട കാര്യമില്ല. പട്ടിക്കാട്ടത്തിന് പുറകെ വല്ലതും തിരക്കി നടക്കുക. വെയിലിരിക്കണം പാമ്പിന് ആരാ എടുത്ത് തുളവെക്കാൻ പോണത്? നടക്കത്തില്ല. അപ്പം നിങ്ങൾ പ്രഷ്യസായ മാത്രമേ നിങ്ങളുടെ ക്ലേശകാലത്ത് ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവത്തെ നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി മറക്കാതെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം. കൈയടിച്ച് സ്തുതിക്കട്ടെ. മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. റിലേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ള വിഷയത്തിന് മിഴിവ് കൂടുതൽ കിട്ടുന്നുണ്ട്. എല്ലാ വ്യക്തികളും ഇങ്ങനെ പിരിഞ്ഞ് പോകും. ഇപ്പം ജിഷ ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് അല്ല, സെപ്പറേറ്റഡ് ആണ്. തമ്മിൽ കണ്ടിട്ട് വർഷമായി തമ്മിൽ സംസാരിച്ചൊരു വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജോലിയുമില്ല, ജീവിതം തീർന്ന് വല്ലാത്തൊരവസ്ഥയാണ്. ഈ സമയത്ത് എന്താണ്? ഇവൾക്ക് ജെറമിയ 29:14 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ദൈവം ഇവളെ തിരക്കി വരും. കാര്യം ഇവളെ നഷ്ടപ്പെടാൻ പാടില്ല. കാര്യം എന്താണ്? നല്ല കാലത്ത് ഇവൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവളാണ്. അതുകൊണ്ട് എന്നാ ചെയ്യും? ഇപ്പം ഭർത്താവ് സെപ്പറേറ്റഡായി, അതുപോലെ തന്നെ അവൾക്ക് ജോലിയുമില്ല, അവർ തമ്മിൽ സംസാരവുമില്ല, കണ്ടിട്ട് മാസങ്ങളായി. ഇങ്ങനെ ഒരു വിഷമസന്ധിയിൽ ഇവൾ കർത്താവേ എനിക്കെന്ത് സംഭവിച്ചെന്ന് ചോദിക്കും. കർത്താവേ എനിക്കെന്ത് സംഭവിച്ചു? ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ്? കേസ് ഇങ്ങനെ വന്നിട്ട് ഇത് ഡൈവേഴ്സായി പോവുമോ? ജോലി ഇല്ലാതാണ്ടായി നിൽക്കുമോ? എൻ്റെ ജീവിതം തീർന്ന് പോവുകയാണല്ലോ, എനിക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. എന്നിട്ട് ഇവളെന്ത് ചെയ്യും? ഇവളെന്താ ചെയ്തുകൊണ്ടിരുന്നത്?
അമ്മ പറഞ്ഞിട്ട് ബൈബിൾ അവൾ മുടങ്ങാതെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷമസന്ധി വന്നപ്പോൾ പെട്ടെന്ന് ഇവൾ ബൈബിൾ എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യും. കർത്താവ് എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ എന്താണ്, അതിന് മറുപടി പറയും ദൈവം. ചിലരോട് മറുപടി പറയത്തില്ല, ചിലരോടും ദൈവം മിണ്ടത്തില്ലല്ലോ. ബൈബിൾ തുറന്നാലും ഒന്നും മനസ്സിലാകത്തില്ല. അത് ആമോസ് 8:12 എന്താണ്, കടലെല്ലാം ഞാൻ അന്വേഷിച്ചു, വടക്കും കിഴക്കും അന്വേഷിച്ചു, ഒന്നും ഞാൻ കണ്ടില്ലെന്ന് പറയണത് വെച്ചാൽ എന്നോട് ഒരു വചനവും എനിക്ക് കിട്ടിയില്ലെന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ആസ്തിയിൽ ആസ്തി ഭദ്രത ഇല്ല. പക്ഷേ ഇവളങ്ങനെയല്ല, ഇവൾക്ക് ആസ്തി ഭദ്രതയുണ്ട്. ഈ ഉടമ്പടി ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ ആസ്തി ഉണ്ടാക്കാനുള്ള സമയമാണ്. രോഗികളെ കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉള്ള സാക്ഷികൾ എന്താണ്, എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കൊടുക്കാമായിരുന്നു, ഞാൻ കൊടുത്തില്ല. ഞാൻ അവിടുത്തെ പോയി അരിയും കറിയും സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ അടുക്കളയിൽ പോയി ആ ഓൾഡ് മാൻ ആൾക്കാർ താമസിക്കുന്ന അടുക്കളയിൽ പോയി അവിടെ കൂടെ ഇരുന്നുകൊണ്ട് അരി വെച്ച് ഊണാക്കി കറിയാക്കി ഞാൻ അവർക്ക് വിളമ്പി കൊടുത്തു. എന്താ കാര്യം, കർത്താവിനെ പ്രതിയാണ്. എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് മുടക്കി കാശ്, അപ്പം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ചോറ് കൊടുക്കുമായിരുന്നു, നിസ്സാര കാര്യമായിരുന്നു. അപ്പം ഞാൻ ചെയ്യാതെ കർത്താവിന് വേണ്ടി ഞാനത് ചെയ്തു. അപ്പോൾ എന്താ, ആസ്തി കൂടുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിനാണ്. ഈ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് അനുഭവവേദ്യമാകണതും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണത് നാമത്തിൻ്റെ ബേസിലാണ്. അതായത് നമ്മുടെ മുമ്പിലുള്ളത് ടാൻജിബിളായിട്ടുള്ളത് നാമമാണ്. ഈ നാമത്തെ ഇപ്പം നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ നാമത്തിലാണ് ചെയ്യണത്, ഈശോയുടെ നാമത്തിലെ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെല്ലാം, ക്രിസ്തു നേടിയ കൃപയെല്ലാം ഈ ക്രിസ്തു, ഇപ്പം നമ്മൾ കണ്ട ഒരു ഐക്കൺ, മൊബൈലിൽ ഒരു ഐക്കൺ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കണിലുള്ള മുഴുവൻ സംഭവങ്ങളും നമുക്ക് കിട്ടും. അതുപോലെ ക്രിസ്തു ഒരു ഐക്കണായിരിക്കുന്നത് നാമത്തിലാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങളൊരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാനതിന് പ്രതിഫലം നൽകും. ഈ ക്രിസ്തു ഈ പാപത്തിന് പരിഹാരം ചെയ്ത് പിതാവിൻ്റെ തിരുമനസ്സ് നിറവേറ്റി കഴിഞ്ഞപ്പോൾ പിതാവ് ക്രിസ്തുവിന് നാമത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 17:4 യോഹന്നാനിലെ, പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതിൻ്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന്. അത് ഇടിമിന്നൽ പോലെ കർത്താവ് പീഡാനുഭവങ്ങളുടെ ഒരു മുന്നാസ്വാദനം പോലെ അനുഭവം കാണുമ്പോൾ ഈശോ പറയും, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യാൻ യേശുക്രിസ്തുവിനെ ശക്തീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് പിതാവും യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒന്നായത് കൊണ്ടാണ്. ഒരേ സമയം തന്നെ 3 വ്യക്തികളായിരിക്കുകയും സത്തയിൽ ഒന്നായിരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആകുന്നത് നാമത്തിൻ്റെ ബേസ്മെൻറ്റിലാണ്. ശ്രുതികണ്ട ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ജിഷ്മയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കും, എന്താണ്, നീ ഇപ്പോൾ ഭർത്താവ് സെപ്പറേറ്റ് ആയിരിക്കുന്നു, നിനക്ക് ജോലിയില്ല, നീ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഈ ജെറമിയ നമ്മൾ കണ്ടതുപോലെ 29:14 അനുസരിച്ചുകൊണ്ട് എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അങ്ങനെ ദൈവം തന്നെ ഇവരോട് പറയും, ഞാൻ സംസാരിക്കാം, നീ ബൈബിൾ ഓപ്പൺ ചെയ്യാൻ പറയും. ഉടനെ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ ഇവൾ ബൈബിൾ ഓപ്പൺ ചെയ്യും. ബൈബിൾ ഓപ്പൺ ചെയ്യുകയും ഉടനെ ദൈവം ഇവളോട് സംസാരിക്കും. എന്താ സംസാരിക്കണത്, ധൈര്യമായിരിക്കുക, ഭയപ്പെടരുത്, മുന്നോട്ട് പോവുക, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇതൊരു ഉടമ്പടി വചനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണത്, യോശുവ 1:9 എടുത്തേ. ശക്തനും ധീരനുമായിരിക്കണമെന്നും അതന്നെ പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. എന്ത് മധുരമാ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മധുരം തോന്നും. എന്താണ്,
ശക്തനും ധീരയുമായിരിക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് വായിച്ചേ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓർക്കണം. എന്താണ്? എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴേ ബൈബിൾ തുറന്ന് തന്നെ അത് മെസ്സേജ് കിട്ടണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഇപ്പം എന്താ പറഞ്ഞിരിക്കണത്? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലയോ? എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കണത്? ശക്തനും ധീരനുമായിരിക്കുക. പിന്നെ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ഭർത്താവ് സെപ്പറേറ്റായെന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, പരിഭ്രമിക്കണ്ട. ജോലിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, പരിഭ്രമിക്കണ്ട. എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടെ ഡൈവേഴ്സും ഇല്ല, സെപ്പറേഷനും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. എന്താണ്? ആരെല്ലാം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം, മക്കളായാലും ശരി, ഭർത്താവായാലും ഭാര്യ ആയാലും നാളെ സെപ്പറേറ്റായി പോകും. പക്ഷെ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം, അത് ഐസിയുലായാലും വെന്റിലേറ്ററായാലും സ്വർഗത്തിലായാലും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അതായത് ഈ പണ്ട് ജിഷയുടെ വന്ന് ചോദിക്കണ ഭർത്താവുമായിട്ട്, എന്തിനാണ് ഈ ആൾക്കൂട്ടം എല്ലാം ഇവിടെ വന്നിരിക്കണത്? വല്ലതും അറിഞ്ഞിട്ടാണെന്ന് ഇല്ലേ? ഇങ്ങനെ എവിടെയെങ്കിലും അനുഗ്രഹം ഉണ്ടെങ്കിൽ കുറേ എണ്ണം ഓടിക്കൂടുമെന്നുള്ളതാണ് ഇവിടെ മനസ്സിരിപ്പ്. അതാണ് സംഭവം. ആ കമൻറ്റ് ചെയ്ത ആൾ ഇപ്പോഴെന്താ പറ്റിയത്? ഈ ആൾക്കൂട്ടത്തിലേക്ക് തിരിച്ച് വരേണ്ടി വരണേ. അവർ വന്ന് ഉടമ്പടി എടുക്കും ഉടനെ. എന്താ? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദൈവം ഓൺലൈനിലുണ്ടല്ലോ. ഇനി എന്താ ചെയ്യുന്നത്? അടുത്ത നടപടി എന്താണ്? ഉടമ്പടി എടുക്കുക. ആ ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തിനാണ് ഇവിടെ ജനങ്ങൾ ഓടിക്കൂടണമെന്ന്. അപ്പോൾ ജിഷ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? മറ്റ് പ്രാർത്ഥന അനുഭവങ്ങൾക്കില്ലാത്ത വ്യത്യസ്തമായൊരു അനുഭവം ഉടമ്പടിക്കുള്ളത് എന്താണെന്നറിയാമോ? അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ദൈവത്തെ അനുഭവിക്കുന്നത് ബൈബിളിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അനുഭവിക്കണം. പലരും പല അനുഭവങ്ങളുണ്ട്. മനധ്യാനത്തിലുണ്ട്, ആന്തരികമായ അനുഭവങ്ങളുണ്ട്, അതേത്തെ പിന്നെ ആന്തരിക ധ്യാനാനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ചുമ്മാ പണ്ഡിതന്മാർക്ക് വല്ല വിരലിലുണ്ടാവുന്ന ആൾക്കാർക്ക് ഉള്ളതാണ്. ഈ വിരലിലുണ്ടാവുന്ന പണ്ഡിതന്മാർ ആരെങ്കിലും അതിൽ എത്ര പേര് കർത്താവിന് വേണ്ടി മിഷൻ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്? എത്ര പേര് കർത്താവിന് വേണ്ടി മരിച്ചിട്ടുണ്ട്? എത്ര പേര് സുവിശേഷ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പരിങ്ങലായി പോകും. പക്ഷേ സാധാരണ മനുഷ്യൻ്റെ അനുഭവം എന്താണ്? അവൻ ടാൻജിബിളായിട്ടാണ്. അപ്പോസ്തലന്മാരുടെ അനുഭവമാണ് അവർക്കുള്ളത്. എന്താണ്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 യോഹന്നാൻ 1:1. 1 യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോസ്തലന്മാരുടെ അനുഭവം തന്നെ എന്താണ്? കണ്ണുകൊണ്ട് കണ്ടത്. പറഞ്ഞേ. കണ്ണുകൊണ്ട് കണ്ടത്, ചെവികൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ചത്. ഇപ്പോഴും 2 അവയവം പുറത്തായി പോയി. എന്തൊക്കെയാണ്? മൂക്കും നാക്കും. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ ജിഷയ്ക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്ത് പറ്റി? പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുകുത്തിയപ്പോൾ തന്നെ അമ്മയും ജിഷയും പരസ്പരം നോക്കാൻ തുടങ്ങി. അപ്പം അമ്മ ചോദിച്ച്, എടി മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടോ? ആ ഉണ്ടമ്മേ. അപ്പം 2 പേരും അഭിഷേകത്തിലായി. അമ്മ അവിടെ വന്ന്. അപ്പം അനിയത്തി പുറകിരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾക്ക് സങ്കടമായി. നിങ്ങളുടെ 2 അടുത്തും അമ്മ വന്നല്ല, എൻ്റെ അടുത്ത് മാത്രം വന്നില്ല എന്ന് പറയുകയും ഇടിച്ചു കുത്തി മൂക്കിലേക്ക് ഈ സുഗന്ധാഭിഷേകം കയറിപ്പോകും. അവർക്ക് 3 പേർക്കും ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ മുല്ലപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന മുല്ലപ്പൂ ആണെന്ന് പറഞ്ഞ് നിർബന്ധമില്ല. നമുക്ക് പരിചയമുള്ള സ്മെല്ല് ഈ ബ്രെയിനിലെല്ലാം സേവ് ആണല്ലോ. കാര്യം അതെന്താ വെച്ചാൽ ഇതൊരു സ്മെല്ലിംഗ് എന്ന് പറയുന്ന സംഭവം
മൂക്ക് ഒരു ഈ ഘ്രാണയന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവാനുഭവത്തിൻ്റെ ഒരു 4ാം ഇന്ദ്രിയമായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്. അത് ഒരാൾക്ക് മാത്രമല്ല. ഇനിയിപ്പം നാക്കുണ്ട്. നാക്കെന്ന് പറയുമ്പോൾ ഈ നാക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നാക്ക് നമുക്കറിയാം, നമ്മുടെ ഈ നാക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് എത്ര നല്ലവനെന്ന് ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 34:8. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. പറഞ്ഞേ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അപ്പം നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ഒക്കെ നമുക്കല്ലാത്ത ഒരു മധുരം നമുക്ക് ആന്തരികമായ ഈ ആന്തരിക രസനയിൽ അനുഭവപ്പെടും. അത് ഒരു അത്തരം അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടാൻ വേണ്ടിയാണ് ദൈവം ഈ ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളൊക്കെ ചെയ്യണത്. ദൈവത്തെ അനുഭവിക്കാനുള്ള ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ സാന്ദ്ര പറഞ്ഞെന്തറിയോ, എനിക്കിപ്പോൾ ജവമാല ചെല്ലണത് ജിലേബി കഴിക്കണ പോലെയാണെന്ന്. ജവമാല അധികം ചെല്ലാത്ത ആളായിരുന്നു, പക്ഷെ അഭിഷേകം കിട്ടിയ ആളിനെ അഭിഷേകം കിട്ടിയിട്ട് ജവമാല ചെല്ലുമ്പോൾ ആന്തരിക മധുരം വരികയാണ്. എനിക്കിപ്പോൾ ജപമാല ചെല്ലണത് ജിലേബി കഴിക്കണ പോലെയാണെന്ന്. അത് ഇവള് പറയണത് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ആന്തരിക അഭിഷേകം കിട്ടുമെന്നാണ്. ഇത് ആന്തരിക രസനയിലുള്ള ആത്മാവിൻ്റെ നാവിലുള്ള ഒരു മധുരമാണ്, ഒരു അനുഭവമാണ് ശരിക്കും. അത് ബൈബിള് പിന്നെ അത് പറയുന്നുണ്ട് മധുരത്തെക്കുറിച്ച്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് സങ്കീർത്തനം 19:10 എടുത്ത്. സങ്കീർത്തനം 19:10. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻ കട്ടയും കാൾ മധുരമാണ്. സങ്കീർത്തനം ദൈവവചനത്തെ അനുഭവിക്കണത് എങ്ങനെയാണ്? അത് തേനിനേക്കാൾ. സങ്കീർത്തനം 19:10 എന്താ പറയണത്? അത് തേനിനേക്കാളും പറഞ്ഞേ, അവ തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമുള്ളതാണ്. അപ്പം നിങ്ങളുടെ അരമണിക്കൂർ വചനം വായിക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ? അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ 10 കൊല്ലം വായിച്ചിട്ടും വചനം നിങ്ങൾക്ക് തേൻ കട്ടയെ പോലെ മധുരമില്ലെങ്കിൽ നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളൊരു വർത്തമാന പത്രം വായിക്കണം, ഒരു ബൈബിൾ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് ആന്തരിക രസനയിൽ ദൈവവചനം മധുരമാകാതിരിക്കണത്. വചനം വായിക്കുന്തോറും നമുക്ക് ഭയങ്കരമായ മധുരിമ, ആന്തരിക മധുരിമ അനുഭവപ്പെടും, സന്തോഷവും. അതുപോലെ തന്നെ വചനത്തിലൂടെ ദൈവം നയിക്കണതും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതാണ് ഈ മധുരം എന്ന് പറയണത്. അല്ലാതെ പഞ്ചാര എന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിലിടുമ്പോൾ ഉണ്ടാകുന്ന മധുരമല്ല, ദൈവസ്നേഹമല്ലാതെ അനുഭവിക്കും നമ്മൾ. അപ്പം ദൈവസ്നേഹമായതുകൊണ്ട് അത് വചനത്തിലൂടെ, വചന വായനയിലൂടെ, വചന നിവർത്തീകരണത്തിലൂടെയൊക്കെ, വചന ധ്യാനത്തിലൂടെ അനുഭവിക്കാൻ എളുപ്പമാണ്. അതിന് ഒരു ഭാരം, ഇപ്പം നമുക്ക് ഒരു മിനിമം ഭാരം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഒരു വിമാനം 700 യാത്രക്കാരെയും കൊണ്ട് റൺവേയിലൂടെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ നല്ല അതിൻ്റെ സ്പീഡ് 200 കിലോമീറ്ററാക്കി, പിന്നെ 300 കിലോമീറ്ററാക്കി, പിന്നെ 400 കിലോമീറ്ററാക്കി, 450 കിലോമീറ്റർ സ്പീഡാകുമ്പോൾ അവരുടനെ എൻ്റെ ചിറക് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വിമാനത്തിരിക്കുമ്പോൾ അറിയാൻ പറ്റും. അവർ ചിറക് 450 കിലോമീറ്റർ വിമാനം റൺവേയിൽ സ്പീഡായി കഴിഞ്ഞാൽ ചിറക് അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാറ്റിനെ ഈ ചിറകിൽ പിടിക്കും. അപ്പോൾ ഈ സാധനം പൊന്തിപ്പോവും. ആ കാറ്റിൽ ചിറകിനെ അവർ പിടിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ വിരിങ് സ്റ്റേറ്റ് നോക്കുമ്പോൾ ഈ ചിറകിങ്ങനെ ഇളകി ഇങ്ങനെ കാറ്റിനെ പിടിക്കണ കാണാൻ പറ്റും. അപ്പോഴീ വിമാനം നേരെ പൊന്തി വരും. അപ്പോൾ 750 യാത്രക്കാരുടെ വിമാനത്തിൻ്റെ ടൺ എത്രയാണെങ്കിലും ആ ഭാരം ലഘുവായി മാറും. ആ ഭാരത്തിനെല്ലാം കാറ്റും സ്പീഡും കൂടി താങ്ങി നിർത്തും. ഇതുപോലെ വചനം വായിക്കുന്ന ആദ്യകാലം വായിക്കണ്ട, നാളെ പ്രാർത്ഥിക്കാം, ഇപ്പം പ്രാർത്ഥിക്കണ്ട, പിന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ മകൻ അവിടെ ഇരുന്ന് പെരിച്ചാഴി പറയും, അമ്മേ ഒരു കൊന്ത 2 ദിവസം ചെല്ലിയാൽ മതി എന്ന് പറയും. അപ്പം തന്നെ ആ പ്രാർത്ഥനാ പുസ്തകം എടുത്ത് അവൻ്റെ തലക്കെട്ടടിക്കണം. അതായത് ഒരു തരം ഫ്രോഡും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും. കാരണം എന്താ, നിങ്ങളെ അതുകൊണ്ട് തന്നെ ശക്തനും ധീരനുമായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവദുരുസന്നിധിയിൽ സത്യത്തോടെ നിൽക്കാൻ നോക്കണം.